ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് പാലറ്റ്. അപ്പോൾ ഇതേ നമ്മൾ ഇന്ന് പുതിയൊരു കുഞ്ഞായിട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ലിപ്പൻ ആർട്ട്, അതായത് ഒരു ഗുജറാത്തി ക്രാഫ്റ്റ് ഫോമാണ്. കച്ച് പ്രവിശ്യയിലുള്ളൊരു ആർട്ട് ഫോമാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മളിവിടെ ആദ്യമായിട്ട് MDF ബോർഡ് എടുത്തിട്ടുണ്ട്, ഫെവിക്രൈലിൻ്റെ മോൾഡിറ്റ് എടുത്തിട്ടുണ്ട്, എന്നിട്ടുണ്ടായിരുന്ന കുറച്ച് കട്ട് പീസ് മിറേഴ്സ് എടുത്തിട്ടുണ്ട്, സെൻറ്ററിൽ വെക്കാനായിട്ടൊരു വലിയ പീസ് മിറർ, പിന്നെ ഓഫ് കോഴ്സ് പെയിൻറ്റ് വേണമല്ലോ, അങ്ങനെ കുറച്ച് പെയിൻറ്റ്സും എടുത്തിട്ടുണ്ട്. അപ്പം മിറർ ഇല്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട, നമ്മൾ കണ്ണാടി മുഖം നോക്കാനായിട്ട് മേടിക്കുന്ന കണ്ണാടിയിൽ നിന്ന് ഇളക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ MDF ബോർഡ് അത്യാവശ്യം നന്നായിട്ടൊരു ബേസ് കോട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ വൈറ്റ് കളർ പെയിൻറ്റാണ് കൊടുക്കുന്നത്. എപ്പോഴും ബേസ് കോട്ടിന് വൈറ്റ് ആയിരിക്കും ഇത്തിരി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വൈറ്റ് കളർ വെച്ചിട്ട് നമ്മൾ ആ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ബോർഡിലേക്ക് നമുക്ക് ഈ മിറർ വെച്ചിട്ട് ആ ഒരു അളവ് നമുക്ക് വരച്ചെടുക്കണം. കാരണം മിറർ ആദ്യമേ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം ബാക്കി എല്ലാ വർക്കും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മിറർ ഇരിക്കുന്നത് സേഫ് അല്ല തീരെ. അപ്പോൾ നമ്മൾ ഈ മിറർ വെച്ച് കൊടുത്തതിന് ശേഷം 4 സൈഡ് ഈക്വൽ ആണെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് നമുക്കതൊരു പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിക്കേണ്ട സ്പേസ്. അപ്പോൾ ഞാൻ അതേ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്രൈലിൻ്റെ മോളിറ്റ് എടുക്കാം. 2 പാർട്ടിൽ നിന്നത് 2 പാക്കറ്റിൽ നിന്നും ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് അത് നന്നായിട്ട് കുഴച്ച് ഒറ്റ പരുവാക്കുക. അതായത് ഒരു പാർട്ട് പോലും അവിടെ മിസ്സായി പോകാൻ പാടില്ല, വേറെ ആയിട്ട് കിടക്കാൻ പാടില്ല. അങ്ങനെ കംപ്ലീറ്റ്ലി ഇത് രണ്ടും നന്നായിട്ട് മെർജ് ആയിട്ടുണ്ടാവണം കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ദേ ഇവിടെ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അത് സെറ്റ് ആയിക്കോളും. കുറച്ച് സമയം മതി, പെട്ടെന്ന്. ഇനി നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കണം. നമുക്കിതിൻ്റെ ഒരു ഔട്ടർ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു മീഡിയം സൈസ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു സൈസിൽ നമുക്കിതിങ്ങനെ റോൾ ചെയ്തെടുക്കാം. കൈ വെച്ച് ഈസി ആയിട്ട് പറ്റും, ഇല്ലെങ്കിൽ സ്കെയിലോ അങ്ങനെയുള്ള ഫ്ലാറ്റ് സർഫസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഈസി ആയിട്ട് പറ്റും കേട്ടോ. ഈ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ എപ്പോഴും ഒരു ഗ്ലൂ എന്തെങ്കിലും തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഒട്ടിക്കോളും, എന്നാലും നമുക്ക് എപ്പോഴും സേഫ് ആയിട്ടിരിക്കണമല്ലോ നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റം. അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് വേണം നമുക്ക് ഈ ക്ലേ ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിക്കാനായിട്ട്. ഒട്ടിക്കുന്ന സമയത്തൊക്കെ ഇത്തിരി ഒന്ന് കെയർഫുൾ ആയിക്കോട്ടോ. അതായത് അധികം പ്രഷറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്ലേ അല്ലേ, ഇത് പെട്ടെന്ന് അതിൻ്റെ ഒരു സൈസൊക്കെ പോകും. നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ളത് പതുങ്ങിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കെയർഫുള്ളായിട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സ്കെയിലിൻ്റെ ഈ ബാക്ക് വശം ഉണ്ടല്ലോ, ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് തൊട്ടോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഡിസൈൻ ആയിക്കോളും. അല്ലെന്നുണ്ടെങ്കിൽ പേണ്ട റീഫില്ലോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമെന്ന് വെച്ചാൽ കൊടുക്കുക. അതൊക്കെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം ഇങ്ങനെ ഡിസൈൻ കൊടുക്കുന്നേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല. അത് മാക്സിമം ചെയ്യുന്നത് നീറ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതേ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലേക്ക് മിറർ വെച്ച് കൊടുക്കാം. എന്തായാലും മിറർ കറക്റ്റ് സൈസിലാണെന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക, മിറർ മാറിപ്പോകാനൊന്നും പാടില്ല. ഇനി നമുക്ക് ആ മിററിലേക്ക് അത്യാവശ്യം നന്നായിട്ട് 4 സൈഡും ഈക്വലായിട്ട് ഗ്ലൂ ചെയ്ത് ക്ലീനായിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും മിസ്പ്ലേസ് ആവാതൊക്കെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ മിററാണ് ഇളക്കിയെടുക്കാനൊക്കെ ഇത്തിരി പാടായിരിക്കും, പൊട്ടിപ്പോവും. ഇനി നമുക്ക് ആ മിററിന് വേണ്ടിയിട്ടുള്ള ഔട്ടർ ലൈൻ കൊടുക്കുക, അതായത് ബോർഡർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ടും ആ സൈഡിൽ ഗ്ലൂ ചെയ്യുക. എന്നിട്ട് ഞാൻ ഇത്തിരി തിക്കായിട്ടാണ് കേട്ടോ ക്ലേ എടുത്തിട്ടുള്ളത്. എന്നിട്ടത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, എളുപ്പമാണ്, വലിയ വിഷയമൊന്നുമില്ല. അത് ബാലൻസ് ഉള്ള പാർട്ട് കട്ട് ചെയ്ത് അവിടെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെർജായിട്ട് ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ ഈ പഴയ ഒരു സ്ട്രോ ഇടുന്നത് അത് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെറുതായിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. കത്തിയൊക്കെ വെച്ചിട്ട് ചുമ്മാ കട്ട് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ, നൈസായിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഔട്ടറിലുള്ള ഡിസൈനാണ് കൊടുക്കാൻ പോകുന്നത്, അതായത് മിററിൻ്റെ ഔട്ടറിൽ. ഞാനിപ്പോൾ ഒരു ലീഫ് പെറ്റൽ, അതായത് ലീഫല്ല, ഫ്ലവർ പെറ്റൽസ് ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞ് ഫ്ലവർ പോലെ. ഓക്കെ, ഫ്ലോറൽ ഡിസൈൻ ഫിക്സ്. അപ്പോൾ ഫ്ലോറൽ ഡിസൈനിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് റൗണ്ട് ബോൾ പോലെ എടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെറ്റൽസിൻ്റെ ഷേപ്പാവും. ഒരു സ്കെയിൽ വെച്ചിട്ട് നടക്കൊരു കട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെറ്റൽസ് ആയിട്ടോ. ആ സമയത്ത് അതിന് അളവ് വയ്ക്കുന്ന മിറർ ഒട്ടിക്കാൻ പാടില്ല, കാരണം പെയിൻറ്റ് അടിക്കാനുള്ളതാണ് നമുക്ക്. ഇനി എന്താ ഇപ്പോൾ ഇവിടെ ഒരു യെല്ലോ പെയിൻറ്റ് എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 കോട്ടൊക്കെ കൊടുക്കേണ്ടി വരുമായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യെല്ലോ പെയിൻറ്റ് കൊടുത്തതിന് ശേഷം പെറ്റൽസിലെല്ലാം നമ്മൾ വൈറ്റ് പെയിൻ്റാണ് കൊടുക്കുന്നത്, എല്ലാ പെറ്റൽസിലും. അത് വേറെ എങ്ങും പറ്റാതൊക്കെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ മിററിൽ കൊടുത്തിട്ടുള്ള ഡിസൈനില്ലേ, ആ ബോർഡറിൽ ഞാനിവിടെ വൈറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ആ നടുക്ക് അളവ് വെച്ചിരുന്ന ആ കുഞ്ഞ് റൗണ്ട് മിററില്ലേ, അത് നമുക്കിനി ഒഫീഷ്യലായിട്ട് ഫൈനലി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഡിസൈനെല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റി, അതുപോലെ നമ്മുടെ ഒരു മൈൻഡിൽ വരുന്ന ഡിസൈൻ അനുസരിച്ചും എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനവിടെ എൻ്റെ കയ്യിൽ ഡയമണ്ട് ഷേപ്പിലുള്ള മിറേഴ്സ് ഉണ്ടായിരുന്നു, ഞാനത് വെച്ചിട്ട് കംപ്ലീറ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് തികയാത്തത് കൊണ്ട് ഇൻ ബിറ്റ്വീനുള്ള സ്പേസിൽ എൻ്റെ കയ്യിൽ പെറ്റലിൻ്റെ തന്നെ ഷേപ്പിലുള്ളൊരു കുഞ്ഞ് മിറർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ഒക്കെ വെച്ചിട്ട്
കവർ ചെയ്ത് കൊടുക്കുകയാണ്. കുളമായോ ഇല്ലെന്ന് അറിയത്തില്ല, കണ്ടവർക്ക് വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അതെ അത് കംപ്ലീറ്റ് ആക്കി ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. രാത്രിയിലൊക്കെ വോളിൽ കിടക്കുമ്പോഴത്തേക്കും ഒരു മെഴുകുതിരിയൊക്കെ വെച്ച് വെച്ചാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് റൂമിൽ റിഫ്ലക്റ്റ് ചെയ്യും ലൈറ്റ്. അത് ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ്.